ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത് ഏലിയൻ ഫിഷ് സ്പീഷീസിനെ കുറിച്ചാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എഡിബിൾ ഫിഷസിനെ കുറിച്ചായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പം ഏലിയൻ ഏലിയൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൂവീസിലും ഒക്കെ അല്ലേ. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണ് പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവർ ഏലിയനാണ് നിങ്ങളുടെ വീട്ടിൽ അല്ലേ. നിങ്ങൾ അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ആൾക്കാർ, പുറത്തുനിന്ന് വന്നയാൾ ഏലിയൻ. അപ്പോൾ ഏലിയൻ എന്നുള്ളതിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ. അപ്പം ഏലിയൻ ഫിഷ് സ്പീഷീസ്, പുറമേന്ന് വന്നിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഉള്ളതല്ലാതെ പുറമേന്ന് വന്നിട്ടുള്ള ഫിഷസിനെയാണ് ഏലിയൻ ഫിഷ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പം ഏലിയൻ ഫിഷ് സ്പീഷീസിന് പറയുന്ന വേറൊരു പേരാണ് എക്സോട്ടിക് സ്പീഷീസ്. അപ്പം ചിലപ്പം ക്വസ്റ്റ്യൻ വാട്ട് ആർ എക്സോട്ടിക് സ്പീഷീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ഏലിയൻ സ്പീഷീസ്, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുതേ, ഇത് രണ്ടും ഒന്നാണേ. അപ്പം എന്താണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഈ സ്പീഷീസ് എല്ലാം, ഇങ്ങനെയുള്ളതെല്ലാം ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ് ആണ്. അത് ചിലപ്പം പ്ലാന്റ് ആവാം, ചിലപ്പം അനിമൽ ആകാം. എന്തായാലും ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ, അപ്പം ഇവിടെ ഉള്ള കുറേ പ്ലാന്റ്സും ഒക്കെ ഉണ്ടാവും, പ്ലാന്റ്സോ ഇപ്പം ആനിമൽസോ ഒക്കെ ഉണ്ടാവും. അപ്പം ഇവ കൂടാതെ പുറത്തൂന്ന് ആ ഒരു ഹാബിറ്റാറ്റിലേക്ക് ഏതെങ്കിലും ഒരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പീഷീസിന് പറയുന്ന പേരാണ് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. Introduce species of plant or animal in a geographical area that is different from its original habitat. അല്ലേ? അപ്പം ഇത് ഹാബിറ്റാറ്റ്. അപ്പം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു ഫിഷ് ആണെന്ന് തന്നെ വെച്ചോ, ഫിഷ്. അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒറിജിനലി ഈ ഫിഷിൻ്റെ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഇവിടുത്തെ ഹാബിറ്റാറ്റ്. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പം ഇതിന് തികച്ചും ഒരു സ്ട്രെയിഞ്ച് ആയിരിക്കും ഈ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പീഷീസിനെയാണ് നമ്മൾ എക്സോട്ടിക് അല്ലെങ്കിൽ എലൈൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയൊക്കെ ഒരു സ്പീഷീസ് ഒരു ഹാബിറ്റാറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. നാച്ചുറൽ മീൻസ് ഉണ്ട്. നാച്ചുറൽ മീൻസ് പറയുമ്പോൾ എന്തെങ്കിലും ഫ്ലഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കലാമിറ്റീസ്, അങ്ങനെയുള്ള പിന്നെ ആക്ഷൻസ് കൊണ്ട് ഒരു സ്പീഷീസ് ഒരു ഹാബിറ്റാറ്റിലോട്ട് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരാൾ വലിയൊരു എന്താണ് ഫിഷ് കൾച്ചർ ഫാമൊക്കെ ഉണ്ട്. അപ്പം അവിടെ എണ്ണത്തിൽ കവിഞ്ഞിട്ട് ഫിഷ്, അതിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള റിവർ സ്ട്രീമിലോട്ട് തുറന്നു വിടും. അപ്പം അത് ത്രൂ ഹ്യൂമൻ മീഡിയേറ്റഡ് ആണ്, ഹ്യൂമൻ മീഡിയേറ്റഡ് ഇൻട്രൊഡക്ഷൻ ആണ്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ഈ എലൈൻ സ്പീഷീസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം? എലൈൻ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. എന്താണ് പ്രോബ്ലം? ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസ് മിക്കവാറും എല്ലാം ഫാസ്റ്റ് ഗ്രോവിങ്ങും അഗ്രസീവും ആയിരിക്കും. പെട്ടെന്ന് വളരുന്നവയായിരിക്കും. അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്നതെല്ലാം വേഗം കാടിച്ച് തിന്നുക, അങ്ങനെ അഗ്രസീവായിട്ട് ഉള്ളതായിരിക്കും. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ഉള്ളതായിരിക്കും. അതൊക്കെയാണ് ഈ അഗ്രസീവ് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫുഡിനോട് ഭയങ്കര അഗ്രസീവായിട്ടുള്ളതായിരിക്കും. അപ്പം ഇതിങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഷ് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? പെട്ടെന്ന് വളരുന്നതും അഗ്രസീവ് ആണെങ്കിൽ ഇവിടെയുള്ള നാച്ചുറലി ഉള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾക്ക് അത് ഹാമല്ലേ. അപ്പം അവർ പതുക്കെ ഇല്ലാതായി പോവും. ആ ഒരു സ്പീഷീസ് അങ്ങ് ഇല്ലാതായി പോവും. അപ്പം അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഇൻവേഴ്സീവ് അല്ലെങ്കിൽ എക്സോട്ടിക് സ്പീഷീസ്, അപ്പോൾ അത് ഒരുപാട് വരാതെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. ഈ എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്നറിയാമോ? അത് നോട്ട് ചെയ്തോണേ. നാഷണൽ ബോർഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. നാഷണൽ ബോർഡ് ഓഫ് എന്തിൻ്റെ? ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ നാഷണൽ ബോർഡ് ആണ് എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്താണ് ഇത്? ക്രമത്തിൽ കൂടുതലാവാതെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക, എന്തായാലും എലീൻ സ്പീഷീസിനെ കഴിവതും ഒഴിവാക്കാൻ
എന്ന ബോഡി എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അപ്പോയിന്റഡ് ബൈ നാഷണൽ ബോർഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. ഈ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഏലിയൻ ഫിഷസ് ആൻഡ് ഇൻവേസീവ് ഫിഷസ്. ഏലിയൻ ഫിഷസ് ആൻഡ് ഇൻവേസീവ് ഫിഷസ് എന്ന് പറയുമ്പോൾ ഇൻവേസീവ് ഫിഷസ് എല്ലാം ഏലിയൻ ആണ്, പക്ഷേ എല്ലാ ഏലിയൻ ഫിഷസും ഇൻവേസീവ് അല്ല. അതെന്താന്ന് നോക്കിയോ. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നേറ്റീവ് സ്പീഷീസ് അല്ലേ. ഏലിയൻ അവിടെ ഉള്ളതല്ലാത്തതായിട്ടുള്ള ഏതിനെയും നമുക്ക് ഏലിയൻ എന്ന് പറയാം. അപ്പൊ ഇൻവെസീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ ഉള്ളതല്ലാത്തതായിട്ട് വന്നു. ഒപ്പം ഒപ്പം എന്തോ ഉണ്ടായി, ഇത് എക്കോളജിക്കലായിട്ടോ ഇക്കണോമിക്കലായിട്ടോ ഹാം ഉണ്ടാക്കുന്നുണ്ട് ആ എൻവിയോൺമെന്റിന്. ആ ടേം ആണ് ഇമ്പോർട്ടൻറ്റ്. അത് ഹാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സ്പീഷീസിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇൻവേസീവ് ടൈപ്പ് ഓഫ് ഫിഷസ്, അല്ലെങ്കിൽ എന്ത് സ്പീഷീസ് ആണെങ്കിലും. അപ്പം വെറുതെ വന്നു, അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അങ്ങ് പോവുകയാണെങ്കിൽ ഏലിയൻ എന്ന് പറയത്തേ ഉള്ളൂ. അവിടെ വന്ന് വരുന്ന ഹാബിറ്റാറ്റിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, അതിനെ ഹാം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഇൻവേസീവ് ഫിഷസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവേസീവ് സ്പീഷീസ്. വേറെ ഏത് സ്പീഷീസ് ആണെങ്കിൽ, മീനാകുമ്പോൾ നമ്മൾ ഇൻവേസീവ് ഫിഷസ്, പ്ലാന്റ് ആകുമ്പോൾ ഇൻവേസീവ് പ്ലാന്റ് എന്ന് പറയും. ഓക്കെ. അപ്പം നമ്മുടെ ഒരു 2018 ഒരു ഫ്ലഡ് ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ ആ ഒരു ഫ്ലഡിന് ശേഷമാണ് ഈ ഇൻവേസീവ് സ്പീഷീസിൻ്റെ എണ്ണം ഒരു ക്രമത്തിൽ കൂടുതലായത്. അപ്പം അതൊരു നാച്ചുറൽ മീഡിയേറ്റഡ് പ്രോസസ്സ് വഴി ആണ് കേരളത്തിൽ 2018 കഴിഞ്ഞപ്പം ഇത്തിരി കൂടുതലായിട്ട് എലീൻ ഫിഷ് സ്പീഷീസ് പ്രസൻസ് നോട്ടീസ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പം നമുക്കിനി എലിയൻ ഫിഷ് സ്പീഷീസ് ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അതിലെ ആദ്യത്തെയാണ് അരാപൈമ ഗൈഗസ്. പിരാരുക്കു എന്നാണ് ഇതിൻ്റെ പേര്. ഈ പേരുകളൊക്കെ പഠിച്ചുക. അരാപൈമ ഗൈഗസ് അല്ലെങ്കിൽ പിരാരുക്കു. അപ്പം അത് കണ്ടോ, അതിൻ്റെ ഇമേജ് കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ആ മൗത്തും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ബോഡി കണ്ടോ. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇത് ആമസോൺ റിവറിലാണ് കാണുന്നത്. അതേപോലെ കണ്ടോ അതിൻ്റെ ആ വലിപ്പം കണ്ടോ. അപ്പോൾ ഇത് ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫിഷാണ്, ഭയങ്കര നല്ല വലിപ്പമുള്ള ഫിഷാണ്. ഒബ്ലിഗേറ്റ് എയർ ബ്രീതർ ആണ്. ഒബ്ലിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ആണ് ഇത് കൂടുതലും ശ്വസിക്കുന്നത്. അപ്പോൾ എയർ കൂടുതലായിട്ടും ശ്വസിക്കുന്നത് കൊണ്ട് ഇതിനെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എപ്പോഴും മുകളിലേക്ക് സർഫസിലോട്ട് വരും അല്ലേ. ഈ ഫിഷ് വരും. ഇപ്പോൾ വെള്ളമാണെങ്കിൽ സർഫസിലോട്ട് വരും, എന്തിന് എയർ ഗൾപ്പ് ചെയ്യാൻ വേണ്ടി. അതാണ് ഒരു ഫീച്ചർ. ഇപ്പോൾ ഇതിൻ്റെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 മീറ്ററോളം ഇത് വളരും. വെയിറ്റ് എത്രത്തോളം വരുന്നുണ്ട്? kg വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഫുഡ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോണേ. ഇറ്റ് ഈസ് പീസിവോറസ്. പീസിവോറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റു മീനുകളെ കഴിക്കുന്നതിനെയാണ് പീസിവോറസ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് മീനുകളെ കഴിക്കുന്നതിനോട് കൂടെ അത് വേറെ എന്തൊക്കെ കഴിക്കുന്നുണ്ട്? ഫ്രൂട്ട്സ് കഴിക്കും, സീഡ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, മാമൽസ്, ഇതിനെല്ലാം കഴിക്കും കേട്ടോ. അപ്പം ഇതാണ് ഇത്. അപ്പം ഒരു ഒമ്നിവോർ ആണ് നമുക്ക് പറയാം അല്ലേ. ഇനി ഇതിൻ്റെ ത്രെട്ട്, ഇതൊരു മറ്റു മീനുകൾക്ക് അല്ലെങ്കിൽ ഇതൊരു ത്രെട്ട്, നമുക്ക് ഒരു ഭീഷണി ഉണ്ടാക്കുന്ന ടൈപ്പ് ഫിഷാണോ? ആണ്. കാരണം ഇതിൻ്റെ ജൈജാൻറ്റിക് സൈസാണ്. പ്രിഡേറ്ററി ബിഹേവിയർ നമ്മളിവിടെ കണ്ടു, ഇൻസെക്ട്സിനെ ബേഴ്സിനെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഇൻട്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊരു ത്രെട്ട് ഉണ്ടാക്കാം ആ എക്കോസിസ്റ്റത്തിന്. ഏതാ? പിരാരുക്കു അരപൈമ ഗൈഗസ്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അലിഗേറ്റർ ഗാർ. അതിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു പേരാണ് അട്രാക്ടോസ്റ്റസ് സ്പാച്ചുല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്നൗട്ടൊക്കെ കണ്ടോ, ഈ ലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്നൗട്ട്. ഇതും ബിഗ് ആയിട്ടുള്ളൊരു ഫിഷാണ്. യൂറിഹാലൈൻ ഫിഷാണ്. ഈ യൂറിഹാലൈൻ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഫിഷിന് വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, ആ സലൈനിറ്റിയുടെ ഫ്ലക്ച്വേഷൻസ്, വ്യത്യാസം ഒരുപാട് വെള്ളത്തിൽ വന്നാലും അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയൊക്കെ എന്താണ് നേരിട്ട് നിൽക്കാൻ പറ്റുന്ന ഫിഷിനെയാണ് യൂറിഹാലൈൻ. കാരണം സലൈനിറ്റിയിൽ അധികം വ്യത്യാസം വന്നാലും ഈ മീനിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല.
അപ്പോൾ എവിടെയാണ് നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്? നോർത്ത് അമേരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര വളരും? 10 ഫീറ്റ് വരെ ലെങ്ത് വരെ ഇത് വളരും. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ടോർപിഡോ ഷേപ്പാണ്. ടോർപിഡോ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ കണക്കുള്ള ഒരു ഷേപ്പാണ്. സ്കെയിൽസ് നോക്കുവാണെങ്കിൽ ഗാനോയിഡ് സ്കെയിൽസ് ആണ്. ഇതിൽ അത്ര ക്ലിയർ അല്ല, ഞാൻ കാണിക്കാം. ഗാനോയിഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ ഇതേ കണക്കുള്ള സ്കെയിൽസ് ആണ് ഇതിൻ്റെ ബോഡിയിലുള്ളത്. അപ്പോൾ ഇതിനും എയറും ബ്രീത്ത് ചെയ്യാൻ പറ്റും, വാട്ടറും ബ്രീത്ത് ചെയ്യാൻ പറ്റും. സ്നൗട്ട് കണ്ടോ, സ്നൗട്ട് വളരെ ലോങ് ആയിട്ടുള്ള സ്നൗട്ടാണ്. പിന്നെ ഷാർപ്പ് ടീത്ത് ഉണ്ട്. ഒരു അലിഗേറ്ററിനെ പോലെ തന്നെ ഷാർപ്പ് ടീത്ത് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഈ ഒരു പേര് അലിഗേറ്റർ ഗാർ എന്ന് പറയുന്നത്. കണ്ടോ, അലിഗേറ്ററിന്റെ കണക്കുള്ള ഒരു തല അല്ലേ ഇതിനിവിടെ തോന്നുന്നത്. നീ അലിഗേറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അലിഗേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീങ്കണ്ണി. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അപ്പിയറൻസ് ഉണക്ക് ഉള്ളത് കൊണ്ടാണ്, അതിൻ്റെ ടീത്തും ഒക്കെ കാര്യങ്ങളും അതേപോണൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ അലിഗേറ്റർ ഗാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പോൺസിലും പൂൾസിലും ടാങ്കിലും ഒക്കെ കൾച്ചർ ചെയ്യാം. അക്വാ കൾച്ചറിസ്റ്റിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത എറോവന എന്ന് പറയുന്ന അടുത്ത എലിയൻ ഫിഷ് സ്പീഷീസ് ആണ് പഠിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ അപ്പിയറൻസ് കണ്ടോ. ഇതിൻ്റെ സ്കെയിൽസ് നോക്കിയാൽ ഇത്തിരി ഭയങ്കര വലിപ്പമുള്ള സ്കെയിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫ്രഷ് വാട്ടർ ഫാമിലിയുടെ പേരെന്തോ ഓസ്റ്റിയോഗ്ലോസിഡേ. ഫ്രഷ് വാട്ടർ ഫിഷാണ്. എന്തുവാണ്? ഓസ്റ്റിയോഗ്ലോസിഡേ. ഫീച്ചേഴ്സ് നോക്കിക്കേ. ബോഡി ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. ഹെവി സ്കെയിൽസ് ആണ് കേട്ടോ, ഹെവി സ്കെയിൽസ് ആണ്. പിന്നെ നോക്കിയേ, ഇലോങ്ങേറ്റഡ് പെക്ടറൽ ഫിൻസ് കണ്ടോ. പെക്ടറൽ ഫിൻ നോക്കിയേ, ഇലോങ്ങേറ്റഡ് എങ്കിൽ നീളത്തിലുള്ള പെക്ടറൽ ഫിൻസ് ആണ് കേട്ടോ, നീണ്ടിരിക്കുന്ന പെക്ടറൽ ഫിൻസ് ആണ്. ലോവർ ജോയില് 2 ബാർബൽസ് ഉണ്ട്, കാണാം. 2 ബാർബൽസ് ഉണ്ട് ലോവർ ജോയില്. ഇനി അതിൻ്റെ ഹാബിറ്റാറ്റ് എങ്ങനെയാണ്? ഇത് അധികം ഒഴുക്കുള്ള വെള്ളത്തിലല്ല കാണുന്നത്, സ്ലോ മൂവിങ് വാട്ടറിലും വെറ്റ്ലാൻഡ്സിലും ഒക്കെയാണ് ഈ ഫിഷിനെ, എറോവനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളും പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആൻഡ് ആഫ്രിക്ക. അതേപോലെ ഈ ഫിഷിനെ അമേരിക്കയിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ടാക്സോണമിക്കൽ ഡീറ്റെയിൽസ് നോക്കിയാൽ ഇത് ഏത് ഓർഡറിലാണ് വരുന്നത്? ഓസ്റ്റിയോഗ്ലോസിഫോംസ്, ഫാമിലി ഓസ്റ്റിയോഗ്ലോസിഡേ. ഇതിൻ്റെ ഒരു നോട്ടബിൾ ബിഹേവിയർ എന്താണെന്ന് അറിഞ്ഞാൽ ഇതിന് ജമ്പ് ചെയ്യാൻ പറ്റും, ചാടാൻ പറ്റും. സിൽവർ അരവനയ്ക്ക് എത്ര ഹൈറ്റിൽ വരെ ചാടാൻ പറ്റും എന്നറിയോ? 2 മീറ്റർ. ഞാൻ ചാടുന്ന എന്തിനാ? ഈ ഹാങ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് ഈ നദികളിലോട്ടോ ഏതായാലും അക്വാട്ടിക് സിസ്റ്റത്തിലേക്കോട്ടോ ഹാങ് ചെയ്തേക്കുന്ന ട്രീസിൻ്റെ ബ്രാഞ്ചസിലും ഒക്കെ വന്നിരിക്കുന്ന ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയൊക്കെ പിടിക്കാൻ ഇതിങ്ങനെ ചാടും കേട്ടോ. അതൊന്നും ഇതിപ്പോൾ ഒരു അക്വേറിയത്തിലെ ഇതാണ്. ഒരു ഫ്രോഗിനെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജമ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജമ്പ് ചെയ്യാനുള്ള കഴിവ് ഈ അരവനയ്ക്ക് ഉണ്ട്. കണ്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നോട്ടബിൾ ബിഹേവിയർ ആണ്. ആഫ്രിക്കൻ അരോവനയുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് സ്ക്ലീറോപാഗസ് ഫോമോസസ് എന്നാണ്. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഇത് എത്രത്തോളം വളരും, എത്ര നീളം വരെ വെക്കും? 1 മീറ്റർ ലെങ്ത് വെക്കും. പിന്നെ അതേപോലെ ഇത് എങ്ങനെയൊക്കെ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഒരു നോൺ നേറ്റീവ് ഹാബിറ്റാറ്റിലോട്ട് എങ്ങനെ? കേജ് കൾച്ചേഴ്സിൽ ഇതിനെ വളർത്തുമ്പം അവിടുന്ന് എങ്ങനെയെങ്കിലും ഹ്യൂമൻ മീഡിയേറ്ററോ അങ്ങനെയൊക്കെ ഇതൊരു നോൺ നേറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ എത്തിപ്പെടാം. അതാണ് മെയിൻ. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു അരവനയുടെ. ഇനി അടുത്ത നമ്മൾ വേറൊരു ഏലിയൻ ഫിഷ് സ്പീഷീസ് പഠിക്കുവാണ്, ജൈൻ ഗൗരമി. ആ ഫിഷിൻ്റെ പിക്ചറാണ്. ജൈൻ ഗൗരമിയുടെ വേറൊരു പേരാണ് ഹെലിസ്റ്റോമ ടെമിനിക്കി. ആ പേരുകൾ നിങ്ങൾ ഓർത്ത്, ഹെലിസ്റ്റോമ ടെമിനിക്കി. അപ്പം ഇത് അതിൻ്റെ നേറ്റീവ് എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. എവിടെയാണെന്ന്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് കാണുന്നത്.
ഇനി വേറെ എവിടെയെങ്കിലും ഇതിന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയാണ് ബൈ ഇൻട്രൊഡക്ഷൻ വഴിയാണ്. എന്തെങ്കിലും നാച്ചുറൽ മീൻസോ ഹ്യൂമൻ മീഡിയേറ്റഡോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് വേറെ എവിടെയെങ്കിലും അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ. അപ്പം ഇത് എവിടെയൊക്കെയാണ് കോമൺലി കാണുക? റിവേഴ്സിൽ കാണാം, സ്ട്രീംസിൽ, മാർഷസിൽ, സ്വാംസിൽ, ലേക്സിലൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇതൊരു ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ്. അക്വേറിയം ട്രേഡിൽ ഒരു ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. പിന്നെ ഇതിനെ വീഡ് കൺട്രോളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അക്വാട്ടിക് പ്ലാന്റ്സ് ആയ സാൽവീനിയ മൊളസ്റ്റ എന്ന് പറയുന്നത് ഞാൻ ഇനി വരുന്ന സ്ലൈഡിൽ അതിൻ്റെ ഇമേജ് ഉണ്ട്. അപ്പം അതിനെ ആ ഒരു വീഡ് പ്ലാന്റ്, ഈ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അക്വാട്ടിക് ഹാബിറ്റാറ്റിലെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോകും. അപ്പോൾ ഒരു വീഡ് പ്ലാന്റ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡ് കൺട്രോളായിട്ട് ഈ ഫിഷിനെ ഉപയോഗിക്കുന്നുണ്ട്. ജെയിൻറ്റ് ഗൗരമിയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ ഇത് വേറൊരു ടൈപ്പാണ് ഇമേജാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പിയറൻസ് വെച്ച് കഴിഞ്ഞാൽ പെയിൽ ടു ഗോൾഡൻ യെല്ലോ കളറാണ്. അതേപോലെ തന്നെ പെയിൽ ബ്ലൂ സ്ട്രിപ്സ് അതിൻ്റെ ബോഡിയിൽ സ്ട്രിപ്സ് വരകൾ കാണാൻ പറ്റുന്നുണ്ട്. വെൻട്രൽ സൈഡിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വരകൾ കാണാൻ പറ്റുന്നുണ്ട്. പെയിൽ ബ്ലൂ സ്ട്രിപ്സ് ഇതിൻ്റെ വെൻട്രൽ സൈഡിൽ കാണാൻ കഴിയും. അപ്പം ഫീമെയിൽസിനെയും മെയിൽസിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ ലിപ്സ് തിക്ക് ആണ് ഫീമെയിൽസിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഈ ഗൗരമി ഫിഷസിനെ കേട്ടോ. ഇനി ഇത് പേരൻ്റൽ കെയർ കാണിക്കും. ഗൗരമിയുടെ വേറൊരു പ്രത്യേകതയാണ് പേരൻ്റൽ കെയർ. നല്ലതായിട്ട് വീഡ്സും ട്വിക്സും ഒക്കെ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കൂടുണ്ടാക്കും. എഗ് ലേയിങ്ങിന് വേണ്ടി ഇപ്പോൾ ഇവിടെ കാണാം. കണ്ടോ, ട്വിക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വീടുണ്ടാക്കും. അതിൻ്റെ കൂട് നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫീച്ചറാണ്. പേരൻ്റൽ കെയർ ഉണ്ട്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ അടുത്ത ഏലിയൻ ഫിഷിലോട്ട് പോവുകയാണ്. സൈപ്രിനസ് കാർപ്പിയോ, കോയിക്. അപ്പം കോയിക്കാർപ്പിൻ്റെ വീഡിയോ ആണ് ഇവിടെ ഈ കൊടുത്തേക്കുന്നത്. ഇതങ്ങ് പോസ് ചെയ്യാം. കോയിക്കാർപ്പ്. അപ്പോൾ ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ ഏഷ്യ ആണ് അതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഈ കോയി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കാർപ്പ് എന്നുള്ളതേ ഉള്ളൂ. ഒരു ജാപ്പനീസ് വേർഡാണ്. കാർപ്പ് എന്ന് മീനിങ് ഉള്ള ഒരു വേർഡാണ് കോയി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടാക്സോണമി എന്ന് പറയുന്നത് ഓർഡർ ഏതിൽ വരും? സൈപ്രിനിഫോംസിനകത്ത് വരും. ഫാമിലി സൈപ്രിനിഡേനകത്ത് വരും. 2 സബ് സ്പീഷീസ് ഉണ്ട്. സൈപ്രിനസ് കാർപ്പിയോ അത് വെസ്റ്റേൺ യൂറേഷ്യയിലാണ് കാണുന്നത്. അതേപോലെ സൈപ്രിനസ് കാർപ്പിയോ ഹെമാറ്റോപ്റ്റീറസ് അത് ഈസ്റ്റ് ഏഷ്യയിൽ വരും. അപ്പോൾ ഇത് രണ്ട് സബ് സ്പീഷീസ് ആണ്. അപ്പം സബ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്പീഷീസ് ലെവലിൽ വന്നിട്ട് അതിലും ചെറിയ ഡിഫറൻസ് വരുമ്പോൾ ആണ് സബ് സ്പീഷീസ് വരുന്നത്. മൈനറായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ 2 സബ് സ്പീഷീസ് ഉണ്ട്. അതിലൊരെണ്ണം വെസ്റ്റേൺ യൂറേഷ്യയിലും ഒരെണ്ണം ഈസ്റ്റ് ഏഷ്യയിലുമാണ് കാണുന്നത്. പേര് പഠിച്ചു വെച്ചോ, സൈപ്രിനസ് കാർപ്പിയോ. അടുത്തത് സൈപ്രിനസ് കാർപ്പിയോ ഹെമാറ്റോപ്റ്റീറസ്. കണ്ടോ, ഈ 3 പേര് വരുന്നുണ്ട്. കണ്ടോ, സ്പീഷീസ് ലെവലിൽ ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഇതിനകത്ത് ഒരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ വെച്ചാൽ കളർ ഭയങ്കര നോട്ടബിൾ ആണ്. റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ടൈപ്പാണ്. നോട്ടബിൾ ആയിട്ടുള്ള കളറുള്ള ഒരു കാർപ്പ് ടൈപ്പാണ്, വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ പല പല കളർ വെറൈറ്റി ഉള്ളതുകൊണ്ട് ഈ കോയി കാർപ്പിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ കളർ വെച്ചിട്ടാണ്. ഈ കളർ വെച്ചിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കളറുള്ളതെല്ലാം ഒരു കാറ്റഗറി, ഈ പാറ്റേണിൽ കളറുള്ളത് വേറൊരു കാറ്റഗറി, അങ്ങനെയൊക്കെ. അപ്പം ഈ കളേഴ്സ് കോമൺലി ഏതൊക്കെ വരുന്നുണ്ട്? വൈറ്റ്, ബ്ലാക്ക്, റെഡ്, യെല്ലോ, ബ്ലൂ, ക്രീം ഒക്കെ കളർ വരുന്നുണ്ട്. അപ്പം ആ കളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരോ കാറ്റഗറി ആയിട്ട് വരുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഗൊസാങ്കെ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിൽ ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? കൊഹാക്കു, ഷൊവ, സൻഹോക്കു, ടൈഷു, സൻഹോക്കു വെറൈറ്റീസ്. പേര് ഓർത്തിരിക്കുക, പഠിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നത് ഗൊസാങ്കെ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഈ കാറ്റഗറി തിരിക്കുന്നത് കളേഴ്സിൻ്റെ വ്യത്യാസം പെടുത്തിയ കളറിൻ്റെ എങ്ങനെ കളർ ഒരു സ്വഭാവമായിട്ട് എടുക്കുമ്പോൾ അതെങ്ങനെ വ്യത്യാസപ്പെടുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഈ കോയി കാർപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
ഇനി നമ്മൾ അതിൻ്റെ ഫുഡ്, ഇത് ഹെർബിവോറസുമാണ്, എന്നാലും പിന്നെ ചില സ്പീഷീസ് ഒമ്നിവോറസുമാണ്. ടൂത്ത് ഇല്ല, പല്ലില്ല അവർക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്നല്ല ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ദേ ആർ വെരി ഹാർഡി ആൻഡ് ആക്റ്റീവ്. ഈ കോയിക്കാർപ്പ് ഹാർഡി ആൻഡ് ആക്റ്റീവ്. ഹാർഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, ഭയങ്കര ആക്റ്റീവ്, അങ്ങ് അടങ്ങിയിരിക്കത്തില്ല, അങ്ങ് സ്വിം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ വേണം, പ്ലെൻറ്റി ഓക്സിജൻ ഉണ്ടായിരിക്കണം. പിന്നെ അത് കണക്ക് ഇങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ട് എന്ത് വേണം, ഇനഫ് സ്പേസ് ഉണ്ടായിരിക്കണം സ്വിം ചെയ്യാൻ വേണ്ടി. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഉണ്ട്, ഷോൾസ് മീൻസ് ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. സർഫസിൽ പിന്നെ നിന്ന് ഫീഡ് ചെയ്യുന്നവരുമുണ്ട്, ബോട്ടം അടിയിൽ പോയിട്ട് ഫുഡ് കണ്ടെത്തുന്നവരുമുണ്ട്. മെയിൽസ് ബ്രീഡിംഗ് സീസണിൽ ചില സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫിഷിലോട്ട് പോകാം. അതാണ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഓർ ആഫ്രിക്കൻ ഷാർപ്പ് ടൂത്ത് കാറ്റ് ഫിഷ്, ക്ലേരിയസ് ഗാരിപ്പെനസ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ മീനിനെ. സാധാരണ ഇത് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ കാണുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ റിവേഴ്സിലൊക്കെ കാണുന്നുണ്ട് ഈ ഫിഷ്. മുഷി എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു അപ്പിയറൻസ് പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബാൻഡ് ഫിഷാണ്. ഇന്ത്യയിൽ കൾച്ചർ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഇത് മറ്റ് ഫിഷസിനൊക്കെ ത്രെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് ബാൻഡായിട്ട് പറയുന്നത്. ഇൻഡിജിനസ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷസ്, ഇൻഡിജിനസ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വെറൈറ്റീസിനൊക്കെ ഒരു ത്രെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ബാൻ ഇമ്പോർട്ട് ചെയ്യരുത്. ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും മിക്ക റിവേഴ്സിലും ഇത് ഇപ്പം ഉണ്ട്. ടാക്സോണമിക് ഡീറ്റെയിൽസ് നോക്കിയാൽ ഫാമിലി ക്ലാരിഡിയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയാണ്ട 8 ബാർബൽസ് ഇവിടെ കാണാൻ പറ്റും. 8 ബാർബൽസ് നമുക്ക് കാണാൻ പറ്റും. അത് അതിൻ്റെ ഒരു നോട്ടബിൾ ഫീച്ചറാണ്. ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിലൊരു വെറൈറ്റിയാണ് 1980 ശേഷം വേൾഡ് വൈഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു വെറൈറ്റി, ആഫ്രിക്കൻ ഷാർപ്പ് ടൂത്ത് കാറ്റ് ഫിഷ്. എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അക്വേറിയത്തിൽ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ടൈപ്പ്, ആഫ്രിക്കൻ ഷാർപ്പ് ടൂത്ത് കാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഏലിയൻ ഫിഷ് സ്പീഷീസാണ് സക്കർ കാറ്റ് ഫിഷ്. എന്ന് നോക്കിക്കോണേ, എൻ്റെ വായൊരു സക്കറായിട്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ നല്ലോണം കാണിക്കുന്നുണ്ട്. ഇതിനെ ഒരു എന്താണ് ലിവിങ് വാക്യൂം ക്ലീനർ എന്നൊക്കെ, അക്വേറിയത്തിലെ വാക്യൂം ക്ലീനർ ആണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വാക്യൂം ക്ലീനർ ഉണക്ക് ഇങ്ങനെ സക്ക് ചെയ്ത് ഇങ്ങനെ പോകും. ഉണ്ടോ? അതാണ് സക്കർ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. അതിൻ്റെ മൗത്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു സക്കർ പോണക്കിരിക്കും. ഫാമിലി ലോറി കാരിഡയാണ്. നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റി എന്തുവാ? ഇതൊരു ആൽഗേ ഈറ്റർ ആണ്. അക്വേറിയത്തിലുള്ള ആൽഗേസിനെയൊക്കെ കഴിക്കും. അതുകൊണ്ട് അക്വേറിയം കീപ്പേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ വളർത്താൻ വേണ്ടി. ഇതിൻ്റെ മൗത്ത് സക്കർ ആണ്. ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ നോക്കി ഉണ്ട് ഉണ്ട്, കൈ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ഒരു വാക്യൂം ക്ലീനർ ഇങ്ങനെ വലിച്ച് എടുക്കാൻ കഴിയുന്ന ടൈപ്പ് ഒരു മൗത്താണ്. അതുകൊണ്ടാണ് സക്കർ ഫിഷ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ത്രെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൾച്ചർ ഫാമുകളിൽ നിന്ന് നാച്ചുറൽ സിസ്റ്റത്തിൽ എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യും, ഇത് ലോക്കൽ ആൽഗൽ സ്പീഷീസിനെയൊക്കെ തിന്ന് തീർത്ത് അതിൻ്റെ ഡൈവേഴ്സിറ്റി കുറയ്ക്കും. അതുകൊണ്ട് ഇതൊരു ത്രെട്ടാണ് നാച്ചുറൽ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഏലിയൻ ഫിഷ് സ്പീഷീസാണ് റെഡ് ബെല്ലീഡ് പാക്കു. റെഡ് ബെല്ലീഡ് പാക്കു എന്ന് പറയുന്നത് പിറാക്ടസ് ബ്രാക്കിമോപ്പസ് ആണ്. ഇതിൻ്റെ വീഡിയോ ആണ് കണ്ടോ. ഇത് ഭയങ്കര ഒരു വൊറേഷ്യസ് ഫീഡറാണ്, മറ്റ് മീനുകളെ കഴിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈക്ക് ടീത്താണ്, മനുഷ്യനെ പോലെയുള്ള പല്ലാണ് ഇതിന് ഉള്ളത്. ഒരു വൊറേഷ്യസ് ഫീഡറാണ്. നമ്മൾ ഇതുള്ള വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ വേണമെങ്കിലും വന്ന് കടിക്കും.
ലാർജ് സ്പീഷീസ് ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷാണ്. എവിടെ അതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. ട്രോപ്പിക്കൽ സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് പറയുന്നത്. അപ്പം അവിടെ എവിടെയാണ് കാണുക? ആമസോൺ റിവറിലും ഒരിനോക്കോ റിവർ ബേസിൻസിലൊക്കെയാണ് കാണുന്നത്. ഇതൊരു അക്വാകൾച്ചർ ഫിഷാണ്. എത്രത്തോളം വളരും? 1.1 മീറ്റർ വരെ നീളം വയ്ക്കും. വെയിറ്റ് 4 kg വരെ നീളം വയ്ക്കാൻ പറ്റും. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ലോവർ ഹാഫ് ഓഫ് ദ ബോഡി ഒരു ബ്ലാക്കിഷ് ആണ്. റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി ഗ്രേ കളറാണ്. പെൽവിക് ആൻഡ് ഏനൽ ഫിൻ ഒക്കെ ഉണ്ട്. പെൽവിക്, ഏനൽ, ഒരു സ്മോൾ പെക്ടറൽ ഫിൻ ഉണ്ട്, ബ്ലാക്ക് കളറായിട്ട് വരും. പിന്നെ ഒരു ബെല്ലിയിൽ റെഡ് കളറിലെ പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ ലൈക്ക് ടീത്ത് ആണ് കണ്ട ഇവിടെ നമുക്ക് മനുഷ്യൻ്റെ കണക്കുള്ള പല്ലാണ് ഉള്ളത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ എന്തൊക്കെ ഇമ്പാക്ട്സ് ഏലിയൻ ഫിഷ് സ്പീഷീസ് നമുക്ക് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വന്നാൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും അത് നോക്കുക. അപ്പോൾ ഇത് പ്രിഡേറ്ററി ആയിരിക്കുമല്ലോ. പ്രിഡേറ്ററി ആകുമ്പോഴത്തേക്ക് ലോക്കൽ ഫിഷ് സ്പീഷീസിൻ്റെ പോപ്പുലേഷനെ ഇത് ഗണ്യമായിട്ട് കുറയ്ക്കും. അപ്പം അതാണ് ഒരു ഇമ്പാക്റ്റ്, ലോസ് ഓഫ് ലോക്കൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. പിന്നെ ഇത് അടുത്തൊരു ദോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റാറ്റ്, ലോക്കൽ സ്പീഷീസിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നശിപ്പിക്കും ഈ ഏലിയൻ ഫിഷ് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ. എൻ്റെ എക്സാമ്പിൾ സാൽവീനിയ മൊളസ്റ്റ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഈ സാൽവീനിയ മൊളസ്റ്റ എന്ന് പറയുന്ന പായൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന ഒരു സ്പീഷീസാണ്. അപ്പം ഇത് മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനും ഒക്കെ ഹാർംഫുൾ ആയതുകൊണ്ട് ഇത് ഇൻവേസീവ് സ്പീഷീസ് നമുക്ക് പറയാം. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൻ്റെ അതിൻ്റെ ഒരു ഇന്നേറ്റ് നേച്ചറിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അടുത്ത ഒരു ദോഷമാണ്. പിന്നെ അതേ കണക്ക് ഈ മിക്ക ഏലിയൻ ഫിഷ് സ്പീഷീസിനും ഷാർപ്പ് ടീത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫിഷർമാനെയും ആ മീനുള്ള വെള്ളത്തിൽ ഇറങ്ങുന്ന ആരെയും അത് വന്ന് അറ്റാക്ക് ചെയ്യും, ബൈറ്റ് ചെയ്യും. പിന്നെ അതേ കണക്ക് ഈ എക്സോട്ടിക് സ്പീഷീസിൻ്റെ ബോഡിയിൽ ചിലപ്പം പാരസൈറ്റിക് ഫോംസ് ഓർഗാനിസംസ് ആയിട്ട് മൈക്രോബ്സോ ഹെൽമിൻ വേംസോ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാക്കും ആ അക്വാട്ടിക് ഹാബിറ്റാറ്റിലുള്ള മറ്റ് ഓർഗാനിസംസിന്. ഇനി പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? നിയമങ്ങൾ, ലെജിസ്ലേറ്റീവ് ഗൈഡ് ലൈൻസ് വേണം. എന്തിനാണ്? ഇല്ലീഗലായിട്ട് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനും ഒക്കെ നല്ല ലെജിസ്ലേറ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. അതേ കണക്ക് അക്വാകൾച്ചർ ചെയ്യുന്നവരിൽ ഒരു അവയർനെസ് കൊടുക്കണം. ഇതിനെ നിങ്ങൾ എങ്ങനെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വിട്ടാൽ ഇത് എന്തൊക്കെ ദോഷം അവിടെയുള്ള നാച്ചുറൽ സ്പീഷീസിന് ഉണ്ടാകും, നാച്ചുറൽ ഹാബിറ്റാറ്റിന് ഉണ്ടാക്കും എന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കുക. പിന്നെ അതേ കണക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ ഇപ്പം കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏതൊക്കെയാണ് എക്സോട്ടിക് സ്പീഷീസ്, അപ്പം അതിനെ എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, അങ്ങനെയുള്ള ചെയ്യുക. അതേ കണക്ക് ഇതിൻ്റെ ഇങ്ങനെയുള്ള ഏലിയൻ സ്പീഷീസിൻ്റെ ഇമ്പോർട്ട്, അതിൻ്റെ ഫാമിങ്, ട്രേഡിങ് ഇതിനെല്ലാം ടോട്ടലായിട്ട് ബാൻ ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടത്? ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏലിയൻ സ്പീഷീസും ഇൻവേസീവും തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെയാണ് കോമൺ ഏലിയൻ സ്പീഷീസ്, അതിൻ്റെ ഇമ്പാക്ട്സ് എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ വിശ്വസിക്കുന്നു that section is very clear to you. So that's why I am winding up here. Thank you. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.